ക്രൈസ്തവ രക്തം വീണ് കുതിർന്നുകൊണ്ടിരിക്കുകയാണ് പടിഞ്ഞാറൻ ആഫ്രിക്ക. ബുർക്കിന ഫാസോ, നൈജർ, മാലി, ചാഡ്, കാമറൂൺ, നൈജീരിയ, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, കോങ്കോ മുതലായ രാജ്യങ്ങളാണ് പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ ഈ രക്തച്ചൊരിച്ചിലിന് വേദിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ അരും കൊലകൾ കാണാനോ ലോകശ്രദ്ധയിൽ കൊണ്ടുവരാനോ മാധ്യമങ്ങൾ പോലും തയ്യാറാകുന്നില്ല എന്നത് ഒരു നഗ്ന സത്യമാണ്. പാശ്ചാത്യ ലോകത്ത് കുടിയേറ്റക്കാർക്കോ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്കോ എതിരായി എന്തെങ്കിലും സംഭവിച്ചാൽ ഇക്കൂട്ടർ സടകുടഞ്ഞെഴുന്നേൽക്കുന്നത് നാം കാണുന്നതാണ്. ബ്ലാക്ക് ലിവ്സ് മാറ്റർ എന്ന് ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്യും. എന്നാൽ ആഫ്രിക്കയിൽ തന്നെ ആയിരക്കണക്കിന് ക്രൈസ്തവരെ കുരുതി കൊടുത്തിട്ടും മനുഷ്യാവകാശ പ്രവർത്തകരോ മാധ്യമങ്ങളോ ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്നതാണ് ഒരു വിരോധാഭാസമായി പറയാനുള്ളത്. ഇത്തരത്തിൽ ക്രൈസ്തവർ ചുട്ടുപൊള്ളുമ്പോൾ വേട്ടക്കാരുടെ പേര് പറയാൻ മാധ്യമങ്ങൾക്കും പേടിയാണോ എന്ന് നിഷ്പക്ഷമതികൾ ചോദിച്ചു പോകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ജൂൺ 13 ഇസ്ലാമിക തീവ്രവാദികളായ ഫുലാനി ഗോത്രക്കാർ യലവാത്തെ പട്ടണത്തിലെ കത്തോലിക്ക പള്ളിയിൽ അഭയം തേടിയെത്തിയിരുന്നവരിൽ 200-ലേറെ പേരെ കൂട്ടക്കൊല ചെയ്തിരിക്കുന്നത്. ബെന്യു സംസ്ഥാനത്തെ ക്രൈസ്തവ ഗ്രാമങ്ങളിൽ നടന്നു പോന്നിരുന്ന അതിക്രമ പരമ്പരയിലെ അവസാനത്തെ കൃത്യമായിരുന്നു അതെന്ന് പറയേണ്ടി വരും. ദിനം പ്രതി എന്ന വണ്ണം നൈജീരിയയിൽ രക്തം ചിന്തപ്പെടുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ്. ജൂൺ 22 നൈജീരിയയിൽ പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ ലാഗോസ് മെത്രാപ്പൊലീഞ്ഞ ആഹ്വാനം ചെയ്തതാണ്. ഭരണകൂടത്തിൻ്റെ നിസ്സംഗതയ്ക്ക് നേർക്കുള്ള ക്രൈസ്തവരുടെ നിസ്സഹായതയുടെ നിശബ്ദ പ്രതിഷേധം കൂടിയായിരുന്നു അത്. ആർച്ച് ബിഷപ്പ് എഴുതിയതുപോലെ നിരപരാധികളുടെ രക്തം കുടിച്ച് ഭൂമിക്ക് മതിയായിരിക്കുന്നു. ലോകം കേൾക്കേണ്ട വാക്കുകൾ കൂടിയാണിത്. 12 സംസ്ഥാനങ്ങളിൽ ശരീഅത്ത് നിയമം നിലവിൽ വന്നതോടെ അവിടങ്ങളിൽ ജീവിതം ദുസ്സഹമായിരിക്കുകയാണ് എന്ന് പറയാതെ വയ്യ. കഴിഞ്ഞ 2 വർഷത്തിൽ 10,000 മനുഷ്യരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സായുധ സംഘങ്ങളാണ് കൊലകൾ നടത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ബൊക്കോ ഹറാമിൽ നിന്ന് ആവേശം കൊണ്ട് വളർന്നു വരുന്ന നിരവധി കില്ലർ സ്ക്വാഡുകളും ഇപ്പോൾ ഉണ്ട്. കൊള്ളയും കൊലയും തീയിടലും തട്ടിക്കൊണ്ടുപോകലും വരെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ദിനചര്യയിൽ പെടുന്നു എന്നതാണ് ഏറ്റവും ദുർഘടമായ കാര്യം. ഈ പ്രതിസന്ധികൾക്ക് നടുവിലും സഭ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു പോരുന്നുണ്ട്. പൊന്തിഫിക്കൽ മിഷൻ വർക്കിൻ്റെ ദേശീയ ഡയറക്ടർ ഫാദർ സോളമൻ പാട്രിക് സാക്കു പറയുന്നത്, ക്രൈസ്തവർ നേരിടുന്ന വിവിധ ഭീഷണികളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ഭീതിപരമായ ചിത്രങ്ങളും വാർത്തകളും പ്രചരിക്കുന്നുണ്ട് എന്നും അവ കാണുമ്പോൾ മനുഷ്യർ പള്ളിയിൽ പോലും വരില്ല എന്നതാണ്. എന്നിരുന്നാൽ കൂടിയും കുർബാനയ്ക്കും കൂദാശകൾക്കും ആളുകൾ ധാരാളമായി വരുന്നുണ്ട്. ഈ സംശയങ്ങളുടെ സാഹചര്യത്തിലും സഭയാണ് അവർക്ക് പ്രത്യാശയും ഉറപ്പും ഇപ്പോൾ കൊടുക്കുന്നത്. വിശേഷിച്ചും ക്രൈസ്തവ പീഡനം രൂക്ഷമായിരിക്കുന്ന വടക്കൻ നൈജീരിയയിൽ സഭ തഴച്ചു വളരുകയാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഇത് ശരിവയ്ക്കും വിധമാണ് കദുന സംസ്ഥാനത്തെ സരിയ രൂപതാ മിത്രാൻ ഹബീല ദാബോയും അഭിപ്രായപ്പെടുന്നത്. ക്രൈസ്തവരുടെ ജീവിതം എളുപ്പമാണെന്നല്ല അതിൻ്റെ അർത്ഥം. ബിഷപ്പ് ദാബോ പറയുന്നത് ഇങ്ങനെയാണ്: തീവ്ര ഇസ്ലാമികവാദികളുടെ ആക്രമണങ്ങളും ക്രിമിനൽ പ്രവൃത്തികളും ഗോത്ര സംഘടനകളും അവരുടെ ജീവിതത്തെ സംഘർഷഭരിതമാക്കുന്നുണ്ട്. ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഈ ആക്രമണങ്ങളിൽ പങ്കൊന്നുമില്ല. എന്നാൽ അവരും തീവ്രവാദികളുടെ ഇരകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവരും മുസ്ലിങ്ങളും സമാധാനത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു രാജ്യമാണ് നൈജീരിയ എന്നോർക്കണം. ആഘോഷങ്ങൾ ഞങ്ങൾക്ക് പൊതുവായിട്ടുള്ളതായിരുന്നു. ഞങ്ങൾ പരസ്പരം വിരുന്നൂട്ടുന്നവരായിരുന്നു. ഒരുമിച്ചാണ് ഫുട്ബോൾ പോലും കളിച്ചിരുന്നതും ചന്തയിൽ വരെ പോയിരുന്നതും. അപ്പോഴാണ് തീവ്രവാദികൾ കടന്നു വരുന്നത്. അവരുടെ അഭിപ്രായത്തിൽ മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ പോലും അവകാശമില്ല എന്നാണ് പറയപ്പെടുന്നത്. അതോടുകൂടി ക്രൈസ്തവരുടെ ജീവിതം ദുസ്സഹമായി തീർന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ നൈജീരിയയിലെ വളരെ പരിതാപകരമായ ഈ സാഹചര്യങ്ങളിലും ആളുകൾ
കൂടുതലായി ക്രൈസ്തവ സഭയിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2020 തുടക്കത്തിൽ കതുന സെമിനാരിയിൽ നിന്ന് 4 സെമിനാരിക്കാരെ തട്ടിക്കൊണ്ടുപോയ സംഭവം ബിഷപ്പ് ദാബോ അനുസ്മരിക്കുകയുണ്ടായി. അവരിൽ 18കാരനായ മൈക്കിൾ നാദി എന്ന സെമിനാരിക്കാരനെ തീവ്രവാദികൾ കൊന്നുകളഞ്ഞു. 3 പേർ ജീവനോടെ തിരിച്ചു വരികയും ചെയ്തു. ഈ സംഭവത്തെ തുടർന്ന് സഭാ നേതൃത്വം ഭയപ്പെട്ടത് മേലിൽ സെമിനാരി പഠനത്തിന് യുവാക്കൾ എത്തില്ല എന്നാണ്. എന്നാൽ നേരെ മറിച്ചായിരുന്നു സംഭവിച്ചത്. കൂടുതൽ ചെറുപ്പക്കാരാണ് ഇപ്പോൾ വൈദികരാകാൻ ആഗ്രഹിച്ച് സെമിനാരിയിൽ ചേരുന്നത്. സ്നേഹിക്കാൻ പഠിപ്പിച്ച സമാധാന രാജാവായ യേശുവിനെ അനുഗമിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നാണ് അവർ പറയുന്നത് തന്നെ. ഏതു തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനവും പാശ്ചാത്യ ജീവിതശൈലിയുടെ ഭാഗമാണെന്നും അത് എതിർക്കപ്പെടേണ്ടതാണെന്നും ബൊക്കോ ഹറാം കരുതുന്നുണ്ട്. വിദ്യാഭ്യാസത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ താക്കോലായാണ് ക്രൈസ്തവർ വിലമതിക്കുന്നത് എന്നോർക്കണം. ഉത്തര നൈജീരിയയിൽ ക്രൈസ്തവ സഭ അനേകം വിദ്യാലയങ്ങൾ സ്ഥാപിച്ച് അവ നടത്തിവരുന്നുണ്ട്. എൻ്റെ ജനം അറിവ് നേടാൻ ദാഹിക്കുകയാണ്. വിദ്യാഭ്യാസമാണ് അവർക്ക് വികസനത്തിനുള്ള സാധ്യതകൾ നൽകുന്നത്. തെറ്റും ശരിയും തിരിച്ചറിയാൻ സഹായിക്കുന്നത് വിദ്യാഭ്യാസമാണ് എന്ന് ബിഷപ്പ് ദാബോയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. ആഫ്രിക്കയിൽ ഏറ്റവും അധികം ജനസംഖ്യയുള്ള നൈജീരിയ ഒരു സാമ്പത്തിക ശക്തി കൂടിയാണ് എന്നോർക്കണം. 2023 മെയ്യിലാണ് ബോള അഹമ്മദ് ടിൻസു പ്രസിഡന്റാകുന്നത്. അദ്ദേഹം രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് അസ്ഥാനത്തായ ഒരു സ്ഥിതിവിശേഷമാണ്. അസംസ്കൃത വസ്തുക്കൾ ധാരാളമുള്ള നൈജീരിയ ഒരു ദരിദ്ര രാജ്യമായി തുടരേണ്ട ആവശ്യം ഇപ്പോഴില്ല. അവ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്കായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു ദുഃഖകരമായ കാര്യം. രാജ്യം നേരിടുന്ന വലിയ വെല്ലുവിളി സമൂഹ ജീവിതത്തിൻ്റെ എല്ലാ തലത്തിലുമുള്ള അഴിമതിയാണ് എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് ഇത്രത്തോളം ആക്രമണങ്ങൾ എന്ന് പരിശോധിച്ചാൽ ബൊക്കോ ഹറാമും IS വെസ്റ്റ് ആഫ്രിക്കൻ പ്രൊവിൻസുമാണ് ഏറ്റവും അധികം ഭീകരപ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. ഈ ഗ്രൂപ്പുകൾക്ക് വടക്ക് കിഴക്കൻ മേഖലകളിൽ വളരെ ശക്തമായ സ്വാധീനമുണ്ട്. ലോകത്തിനു മുമ്പിൽ വെളിപ്പെടാത്ത അനേകം ആക്രമ സംഭവങ്ങളും നൈജീരിയയിൽ അരങ്ങേറുന്നുണ്ടെന്നാണ് സനൂസി പറയുന്നത്. മെയ് 24, 26 തീയതികളിൽ ഫുലാനി ഭീകരർ കുട്ടികൾ ഉൾപ്പെടെ 30 പേരെ കൊലപ്പെടുത്തിയിരുന്നു. പോലീസും പട്ടാളവുമൊക്കെ വെറും നിഷ്ക്രിയത്വം പാലിക്കുകയാണ്. ഓശാന ഞായറാഴ്ച പ്ലാറ്റോ സംസ്ഥാനത്ത് 56 ക്രൈസ്തവരെ നിഷ്ഠൂരമായി വധിക്കുകയും ചെയ്തു. അന്ന് മുറിവേറ്റ അനേകർ പിന്നീട് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. നൈജീരിയൻ സമൂഹത്തിൽ മതം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും മതത്തിൻ്റെ കണ്ണിലൂടെ കാണുന്ന ഒരു വ്യവസ്ഥയാണ് നൈജീരിയയിലുള്ളത്. ജനസംഖ്യാ പെരുപ്പവും കാലാവസ്ഥാ വ്യതിയാനവും സാമ്പത്തിക സ്രോതസ്സുകളുടെ കുറവുമൊക്കെ അക്രമത്തിലേക്കുള്ള പാതയെ വെട്ടിത്തളിക്കുകയാണ്. രാജ്യത്തിൻ്റെ വടക്കുഭാഗത്തുള്ള നാടോടികളായ ഫുലാനികൾ ഇടയന്മാർ കൂടിയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായി അവിടുത്തെ പുൽമേടുകൾ അർദ്ധ മരുഭൂമിയായി മാറുകയും ഇടയന്മാർ മേച്ചിൽ സ്ഥലം തേടി തെക്കൻ പ്രദേശത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. കൂടുതൽ പച്ചപ്പും ജലലഭ്യതയുമുള്ള തെക്കൻ സംസ്ഥാനങ്ങളിൽ കൃഷിക്കാരാണ് കൂടുതലായിട്ടുള്ളത്. അവർ ഭൂരിഭാഗവും ക്രൈസ്തവരാണ്. ഫുലാനികളാകട്ടെ മുസ്ലിങ്ങളും. ഫുലാനികളിലെ തീവ്രവാദികളായ ഒരു ന്യൂനപക്ഷം അക്രമവും കൊള്ളയും കൊലയും നടത്തി ക്രൈസ്തവരെ ഇല്ലാതാക്കാമെന്നും അങ്ങനെ അവരുടെ കൃഷിസ്ഥലങ്ങൾ കയ്യേറി തങ്ങളുടെ ആടുകളെയും കാലികളെയും പോറ്റാമെന്നും കരുതുന്നുണ്ട്. പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഭരണകൂടം ഒന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ലോകത്തുള്ളവരും അങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ ശരിയാകും? ക്രൈസ്തവരും മനുഷ്യരാണ്.